വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബക്ലാവയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു സ്വീറ്റാണ്. ഇതിപ്പോൾ ഗൾഫിലൊക്കെ എല്ലായിടവും ഇത് കിട്ടും. ഇപ്പോൾ നാട്ടിലും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതിൽ ഞാൻ ഫിലോ ഷീറ്റ് വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം വീട്ടിലുണ്ടാക്കിയിട്ടും ബക്ലാവ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബക്ലാവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ടയാണ് ചേർക്കുന്നത്. ഒരു സ്റ്റിക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഈ ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര തിളച്ചും ഒക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ചേർത്തിട്ടുള്ളത്. ഈ നാരങ്ങാനീര് ചേർക്കുന്നത് ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ്. ഒരു 5 മിനിറ്റ് കൂടി ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട്സ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തയും ഹേസൽനട്ടുമാണ് എടുത്തിട്ടുള്ളത്. ആൽമണ്ട്സ് അല്ലെങ്കിൽ വാൾനട്ട് എല്ലാം എടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിക്കണ്ട, ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. ഒരു 50 ഗ്രാം ബട്ടറാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഫിലോ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ വാങ്ങാൻ കിട്ടും. ബക്ലാവ ഷീറ്റ് അല്ലെങ്കിൽ ഫിലോ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. സ്പ്രിംഗ് റോളിൻ്റെ ഒക്കെ ഷീറ്റൊക്കെ കിട്ടുന്ന ഫ്രോസൺ ഏരിയയിലാണ് കിട്ടുന്നത്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് 2-3 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുപ്പ് പോയിട്ടാണ് ബക്ലാവ റെഡിയാക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ ഒരു മൈദയും മുട്ടയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കനത്തിൽ പരത്തിയെടുത്താലും മതി. ഒട്ടും കനം ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ ഷീറ്റ് ബേക്ക് ചെയ്യുന്ന ട്രേയുടെ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഇത്രയും കനം കുറച്ചിട്ട് തന്നെ ഇത് വീട്ടിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഈ പാനിൻ്റെ സൈസിൽ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി ഭാഗം താഴെയും പിന്നെ ഇടയ്ക്ക് നട്ട്സും അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫിലോ ഷീറ്റുമാണ് ഫില്ല് ചെയ്യുന്നത്. ഈ ബേക്കിംഗ് ട്രേ നന്നായിട്ടൊന്ന് ബട്ടർ വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫിലോ ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഷീറ്റ് ഞാൻ വാങ്ങിയത് കുറച്ചൊന്ന് പൊടിഞ്ഞിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് സാരമില്ല. അപ്പോൾ മുറിഞ്ഞു പോയെന്ന് കരുതി ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തന്നെ കിട്ടും. 2 ഷീറ്റ് ഇട്ടിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. വീണ്ടും അതേപോലെ തന്നെ 2 ഷീറ്റ് ഇടുക. അതിൻ്റെ മുകളിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഫിലോ ഷീറ്റിൻ്റെ പകുതി തീരുന്നത് വരെ ഇതേപോലെ തന്നെ ഈ ഷീറ്റ് നിരത്തി കൊടുക്കാം. ബട്ടറൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ.
അപ്പോൾ ഞാൻ ഈ പകുതി ഷീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് നല്ലപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ കൂടെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൈഡ് കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിലും ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും നട്ട്സ് ചേർക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഷീറ്റ് ഇടുക. അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഷീറ്റും ഇട്ടിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ബേക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്, മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ, ഏത് സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ബാക്കിയുള്ള ബട്ടർ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കഴിക്കുന്നത് നന്നായിട്ട് ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ബക്ലാവയാണ്. അതിനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഈ കട്ട് ചെയ്ത ഭാഗത്തൂടെയൊക്കെ താഴേക്ക് ഈ ബട്ടർ നന്നായിട്ട് ഇറങ്ങി ചെല്ലണം. ഓവൻ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 35 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇതിൻ്റെ മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഈ ലെയറിലേക്കൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇത് നന്നായിട്ട് തണുത്ത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ നട്ട്സൊക്കെ ഇട്ടിട്ട് ഷുഗർ സിറപ്പും ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇത് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് പിറ്റേന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് ദിവസം ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ കഴിക്കാവുന്നതാണ്. കേടൊന്നും ആവത്തില്ല. കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. കുറച്ച് പിസ്ത പൊടിച്ചത് നേരത്തെ പൊടിച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.